തത്തകളെ കെണിവെച്ച് പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വനംവകുപ്പിന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തി തത്തകളെ പിടിച്ചെടുത്തത്. 300ഓളം തത്തകളെ 2 മാസം പരിപാലിച്ചു. തുടർന്ന് പഴയ ആകാശം തിരിച്ചു നൽകി. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു തത്തകളെ തുറന്നുവിട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ സേവ്യർ എൽത്തുരുത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തത്തകളെ പരിപാലിച്ചത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിനെ കാട്ടിൽ വിടാൻ സാധിക്കില്ല. എനിക്ക് പറന്നു പോകില്ല, ഒക്കും ചത്തു പോകും. അപ്പൊ ഇതിന് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ തന്നെ ഒരു കേജ് കൂടുണ്ടാക്കി ഇതില് നമ്മൾ പഴവർഗ്ഗങ്ങളും പയർ അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ കൊടുത്ത് ഇതിനെ വളർത്തി റിലീസ് ചെയ്യും. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തത്തകളെ പിടികൂടുന്നതും വളർത്തുന്നതും കുറ്റകരമാണെന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു സ്കൂളിൽ വെച്ച് ഇവയെ തുറന്നുവിട്ടത്. പക്ഷേ പരിക്കേറ്റ് അവശരായ ചില തത്തകൾക്ക് പറക്കാനാകാതെ വന്നു. ഇതോടെ വനംവകുപ്പ് ഇവയെ തിരിച്ചു കൊണ്ടുപോയി. മീഡിയ 1 തൃശൂർ.